നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പടിപടിയായി സ്വദേശിവത്കരണ നടപടികൾ കടുപ്പിക്കുകയാണ് ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളും. പ്രവാസികളെല്ലാം ഇതിൽ വളരെയധികം ആശങ്കയിലാണ്. 2026 10% സ്വദേശിവത്കരണമാണ് UAE സ്വകാര്യ രംഗത്ത് ലക്ഷ്യമിടുന്നത്. ഇതിനിടയിലായിരുന്നു രാജ്യത്ത് ഈ വർഷം നടപ്പിലാക്കേണ്ട 1% സ്വദേശിവത്കരണം സ്ഥാപനങ്ങൾ ജൂൺ 30-നകം പൂർത്തിയാക്കണം എന്ന മുന്നറിയിപ്പ് വന്നത്. ഇല്ലെങ്കിൽ വൻ തുകയാണ് പിഴയായി ഈടാക്കുക. ടാർഗറ്റ് പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് അവർ നിയമിക്കാത്ത ഓരോ സ്വദേശികളുടെയും പേരിൽ 42,000 ദിർഹം വീതം പിഴ ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ ഒരു സ്ഥാപനങ്ങളും സ്വദേശിവത്കരണത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് മുതിരില്ല. മാനുഷിക പരിഗണന പോലും തന്നെന്നു വരില്ല. 50 മുതൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ 2% സ്വദേശികളെ നിയമിക്കണം എന്നാണ് നിർദ്ദേശം. ഇതിന്റെ ആദ്യപടി എന്നോണമാണ് ഇപ്പോഴത്തെ ഈ മുന്നറിയിപ്പ്. 1% ജൂണിലും 1% ഡിസംബറിലും പൂർത്തിയാക്കണം. ഇപ്പോൾ സ്വദേശിവത്കരണ നിബന്ധനകളിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്ന കമ്പനികൾക്ക് ആദ്യ തവണ 1 ലക്ഷം ദിർഹമായിരിക്കും പിഴ ചുമത്തുകയെന്ന് അറിയിച്ചിരിക്കുകയാണ്. രണ്ടാം തവണ നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴത്തുക 3 ലക്ഷം ദിർഹമായി ഉയരും. മൂന്നാം തവണ സമാനമായ കുറ്റകൃത്യം സ്ഥാപനത്തിൽ കണ്ടെത്തിയാൽ പിഴത്തുക 5 ലക്ഷം ദിർഹമായി ഉയരും. ഇതിനു പുറമെ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന സ്ഥാപനം നിയമപ്രകാരമുള്ള സ്വദേശിവത്കരണം നടപ്പാക്കുകയും വേണം. രാജ്യത്തെ മാനവ വിഭവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പുതിയ അറിയിപ്പ് പുറത്തിറക്കിയത്. സ്ഥാപനങ്ങൾ സ്വദേശിവത്കരണം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പരിശോധനയും നടക്കുന്നുണ്ട്. സംശയം തോന്നുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് UAE തൊഴിൽ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതുവരെ നടത്തിയ പരിശോധനയിൽ സ്വദേശിവത്കരണത്തിൽ തട്ടിപ്പ് നടത്തിയ 380 കേസുകൾ കണ്ടെത്തിയതായി UAE തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വലിയ പിഴ ലഭിക്കാൻ സാധ്യതയുള്ള നിയമലംഘനങ്ങളെക്കുറിച്ചും ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ അറിയിപ്പിൽ മന്ത്രാലയം വിശദീകരിക്കുന്നുണ്ട്. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുക, സ്വദേശിവത്കരണ നിരക്ക് സംബന്ധിച്ച ക്ലാസിഫിക്കേഷനിൽ മാറ്റം വരുത്തുക, നിയമപ്രകാരമുള്ള ഏതെങ്കിലും നിബന്ധനകളിൽ നിന്ന് ഒഴിവാക്കുന്നതിനു വേണ്ടി മറ്റു തരത്തിലുള്ള കൃത്രിമം കാണിക്കുക തുടങ്ങിയവയ്ക്കെല്ലാം കടുത്ത പിഴ ചുമത്തുമെന്നാണ് അറിയിപ്പ്. 50 പേരോ അതിലധികമോ ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കാണ് UAE ഇപ്പോഴത്തെ സ്വദേശിവത്കരണ നിബന്ധനകൾ ബാധകമാവുന്നത്. വിദഗ്ധ തൊഴിലാളികളുടെ എണ്ണത്തിൽ ഓരോ 6 മാസങ്ങൾ കൂടുമ്പോൾ 1% സ്വദേശികളെ വീതം വർദ്ധിപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. ഇത്തരത്തിൽ ഓരോ വർഷവും 2% സ്വദേശിവത്കരണം നടപ്പിലാക്കി 5 വർഷം കൊണ്ട് സ്വദേശിവത്കരണം 10%-ലെത്തുന്ന തരത്തിലുള്ള പദ്ധതിയാണ് കഴിഞ്ഞ വർഷം UAE ക്യാബിനറ്റ് പ്രഖ്യാപിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.